24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. തോട്ടത്തിന്റെ ഇടയിൽ കൃഷ്ണമണി കുടുങ്ങിയതാണ്. തെളിക്കുന്നു തൊട്ടു സമാധാനമായി. ഇവിടെ എന്താ കളിക്കടിച്ചിട്ട് ഇവിടെ എന്തിനാ ചിന്തിക്കുന്നേ? എന്തോ റസമ്മി പുറത്തിരിഞ്ഞു നിൽക്കുന്നത്. ഞാൻ പിണങ്ങി. ഫോർവേഡ് അല്ല ഫോർവേഡ് എന്തിനാന്ന്? ജാക്കറ്റിനെങ്കിലും ഇനി മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. സോറി, ജാക്കറ്റ് എടുക്കാൻ മറന്നുപോയി. ഈ മണ്ട നിന്റെ പിണക്കം മാറ്റാൻ നമുക്കൊരു ചിത്രരഥം അല്ല ചിത്രം പടം പറിച്ച് കളിക്കാം. ഈ കോട്ടും സൂട്ടും വിട്ട രാജാദേവ് വർമ്മ ഇതെങ്ങോട്ട് കയറി പോണ്? ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ അത് പാട്ടിട്ട് ഫില്ല് ചെയ്താ മതി. ഒത്തില്ല, പാട്ടിട്ട് ഫില്ല് ചെയ്യാം. ചാം ചക്ക ചൂം ചക്ക ചുമരി ചക്ക ചാം ചക്ക ചൂം ചക്ക ചുമരി ചക്ക 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 ചക്ക. ആരടാ ഇവിടെ അർത്ഥശൂന്യമായ പാട്ട് പാടുന്നത്? ഞാനൊരു വികാര ജീവിയാണ്. അല്ല മിസ്റ്റർ വിക. അയ്യോ, അതിന്റെ പേരല്ല. സത്യം ബ്രഡ്. കാൽകളോ അല്ല കാൽകൂപ്പർ. അതൊക്കെ കളിക്കാരനല്ലേ? കണ്ണിക്കത്തുന്നാടി. ഞാനൊരു വികാര ജീവിയാണ്. ഷെടാ, എന്റെ പേര് എന്തോ ആയിരുന്നു. കാൽ തുടങ്ങുന്ന എന്തോ ആണ്. എന്റെ പേര് മറന്നുപോയി. കിട്ടിപ്പോയി എന്റെ പേര്. ഞാൻ ആ കാൽ ഹോക്കലിൽ ഒരു വലിയ വികാര ജീവിയാണ്. മറിയുന്നോ? എന്തു പറഞ്ഞടാ? അങ്ങോട്ട് മാറി നിക്ക്. റോസ് റോസ്. അയ്യോ, പേര് വിളിച്ചതല്ല. റോസ്. എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ റോസ്. അങ്ങനെ 50ാമത്തെ പെണ്ണും എന്നെ നിഷേധിച്ചു. ഈ റോസിനെ എനിക്ക് വേണ്ട. റോസ് റോസിന് വേണ്ട പെട്ട് വീണ്ടും കൊണ്ടെന്തിനാ ചേർക്കൊടുക്കുന്നത്? എന്ത് അല്ല, വീണ്ടും ചെന്നെന്തിനാണ് ചേർക്കൊടുക്കുന്നത്? പൂവല്ലേ വേണ്ടാന്ന് പറഞ്ഞുള്ളൂ. റോസിനെ എനിക്ക് വേണം. റോസ്, നീ എന്റെ കൂടെ വന്നാൽ ഞാനൊരു കപ്പൽ വാങ്ങിച്ചു തരാം. അല്ലെങ്കിൽ ഈ കടല് തന്നെ. എനിക്കും ഒന്ന്. എന്ത് കടലാ? കടലല്ല, കടലേന്ന്. കടല എന്റെ കുടുംബസ്ഥത്തായിരിക്കും, പക്ഷെ കപ്പലിലുള്ള ഉണ്ണിത്താൻ എന്റെ സുഹൃത്താണ്. അതാരാ? കപ്പലോടിക്കുന്നയാൾ. എടോ മണ്ണുണ്ണി, അത് കപ്പിത്താൻ. ഓ, അങ്ങനെ വിളിക്കായിരുന്നു അല്ലേ? തനിക്ക് ഇവളെ ഇഷ്ടമാണോ? തവളയോ? തവളയല്ല, ഇവളെ ഇഷ്ടമാണോന്ന്. എന്നാ കേട്ടോ, ഞാൻ അവളുടെ മുറപ്പെണ്ണാണ്. അല്ല, ഞാൻ അവളുടെ മുറച്ചെറുക്കണം. നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചതാണ്. ഉറപ്പിച്ചെന്നുള്ളത് സത്യമാ, പക്ഷെ ഇപ്പം ഇച്ചിരി ഇളക്കമുണ്ട്. എനിക്ക് തന്നെ അല്ല എന്റെ റോസമ്മേ, ഇത്രയും നാളിനെ നീ ചതിക്കുകയായിരുന്നു അല്ലേ? ചതിക്കുമല്ലടോ. നീ കൂടുതൽ സംസാരിച്ചാൽ നിന്നെ ഇവിടെ ഞാൻ ചതിക്കും.